ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് നമ്മളൊരു പാർട്ടിക്ക് ഗസ്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ഒരുങ്ങാം, ഏറ്റവും മിനിമൽ മേക്കപ്പ് എന്നൊന്നും പറയില്ല, അത്യാവശ്യത്തിന് പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഒരുങ്ങാം എന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ഞാൻ എൻ്റെ ഒരുക്കാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക, പിന്നെ അതിന് ശേഷം നമ്മൾ ഒന്ന് ടോണർ അടിച്ചു കൊടുക്കുക കേട്ടോ. ടോണർ നമ്മൾ ഡബിൾ ക്ലൻസിങ്ങിൻ്റെ ഫലം ചെയ്യും കേട്ടോ. ടോണർ നല്ല പോലെ ഒന്ന് സെറ്റാവട്ടെ, ഇങ്ങനെ ഒപ്പി കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സെറാണ്, പോൺസിൻ്റെ എന്താ പറയുക, ഗ്ലൂട്ടാനയാസെനമൈഡ് സെറാണ്. ഞാനിതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് ഇതിൻ്റെ വീഡിയോ കാണാം കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി എടുത്താൽ മതി, 150 താഴെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഇതിന് നല്ല കവറേജ് കിട്ടും. അടിപൊളി ഒരു എന്താ പറയുക സെറാണ് കേട്ടോ. നല്ലപോലെ അപ്ലൈ ചെയ്യുക, കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യുക കേട്ടോ. അതിനുശേഷം ഞാൻ എടുക്കുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്. കുറേ കാലമായിട്ട് തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. എല്ലാം എന്താ പറയുക, റേറ്റ് കുറവാണ്, 150 താഴെയുള്ള സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്, സൺസ്ക്രീൻ ഒഴികെ കേട്ടോ. ഇത് നല്ലപോലെ അപ്ലൈ ചെയ്യുക, നമ്മൾ ചെവികളിലും ഒക്കെ അപ്ലൈ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ നിർബന്ധമായിട്ടും രാത്രി പോവുകയാണെന്നുണ്ടെങ്കിലും പകൽ പോവുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ് ഈ സൺസ്ക്രീൻ. ഞാൻ ഡോട്ട്&കെയുടെ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പാല് പോലെ ഒഴുകും. ഇത് നല്ല കവറേജ് കിട്ടും കേട്ടോ. അതിന് 400 സംതിങ് റേറ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് ഒരുപാട് കാലം ഇതുണ്ടാവും ഈ സൺസ്ക്രീൻ. അത്രത്തോളം കവറേജ് ഉള്ള ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഇത് നമ്മൾ കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യുക, ബാക്കിയാത്തത് കൈമയും ചെവികളിലൊക്കെ അപ്ലൈ ചെയ്യുക. കാരണം അതും നമ്മുടെയാണ്, മുഖം മാത്രമല്ലല്ലോ. അതിനുശേഷം ഞാനൊരു ലിപ് ബാം പരട്ടുന്നുണ്ട്. ഞാൻ ഫസ്റ്റേ തന്നെ ലിപ് ബാം പരട്ടിയതാണ്, ചുണ്ടിങ്ങനെ ഇരിക്കുന്നത്. ഹിമാലയയുടെ സ്ട്രോബെറി ഷൈൻ എന്നുള്ള ഒരു ലിപ് ബാമാണ്, അടിപൊളിയാണ്. ഇതിൻ്റെ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ഒരു വീഡിയോകൾ ഞാൻ ഷോർട്ടായിട്ട് കുറേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കണം കേട്ടോ. ഇപ്പോൾ ചെയ്തതെല്ലാം ബേസിക് സ്കിൻ കെയറുകളാണ്. ഇനിയാണ് നമ്മൾ മേക്കപ്പ് ആരംഭിക്കുന്നത് കേട്ടോ. ഇത് ബേസിക്കായിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കേണ്ട സാധനങ്ങളാണെങ്കിലും നമ്മുടെ സ്കിന്നെ നോക്കി, എൻ്റെ ഫസ്റ്റത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം എൻ്റെ സ്കിൻ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ അതായത് എൻ്റെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായാലും സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പ്രൈമറായിട്ട് ഉപയോഗിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പ്രൈമറാണ് കേട്ടോ. ഇത് ലേശമുള്ള, പക്ഷെ നമുക്ക് എന്താ പറയുക, നല്ല കവറേജ് വരുന്ന വേറെ സാധനമാണ് കേട്ടോ. എനിക്ക് സ്മിറ്റനിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. കൺസീലർ അപ്ലൈ ചെയ്തതൊക്കെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. അല്ല, കൺസീലർ അല്ലല്ലോ, പ്രൈമറി. നെക്സ്റ്റ് ഞാൻ കൺസീലർ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കണം. ഇതിൽ കോണ്ടോർ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കളർ കറക്റ്ററും എല്ലാം കൂടെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കൺസീലർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് എടുക്കുന്നുണ്ട്. ഈ ചുണ്ടിൻ്റെ ഇവിടെയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അവിടെ ഡിസ്കളറേഷൻ ഉള്ളിടത്തൊക്കെ നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് നല്ലപോലെ ബ്ലെൻഡ് ആക്കുന്നത് കേട്ടോ. ഡാർക്ക് സർക്കിളൊക്കെ ഇട്ടൊക്കെ നല്ല പോലെ പോകും കേട്ടോ. ഈ ഒരു ഓറഞ്ച് കളറൊന്നും വരില്ല കേട്ടോ. നമുക്ക് എന്താ പറയുക, എൻ്റെ കളറുള്ളവർക്കൊക്കെ ഇത് നല്ല പോലെ ചേരുന്നൊരു ഒരു കൺസീലറാണ് കേട്ടോ. പൊളിയാണ്. അതിനുശേഷം ഞാൻ ഈ വയലറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, കുറച്ച് വെയിലത്തൊക്കെ പോയിട്ട് കുറച്ച് കളറൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഈ ഒരു സംഭവം ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ എല്ലായിടത്തും ഇടുന്നില്ല, എനിക്ക് ഡിസ്കളറേഷൻ തോന്നുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. നമ്മൾ അങ്ങനെ മേക്കപ്പ് ചെയ്താലും മതി, നമ്മളിപ്പോൾ ഒരുപാടൊന്നും ഇട്ട് കൂട്ടൊന്നും വേണ്ട, അങ്ങനെ മേക്കപ്പ് ചെയ്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ഈ കളർ എടുത്തിട്ട് കുറച്ചും കൂടെ അതേ കണ്ണിൻ്റെ ഈ ഭാഗത്തൊന്നും ഇടുന്നുണ്ട് കേട്ടോ. അവിടെ എനിക്ക് പൊന്തി നിൽക്കുന്നൊരു സംഭവമുണ്ട്, അപ്പോൾ അതൊന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കൺസീലർ പരിപാടി കഴിഞ്ഞു. ശേഷം ഞാൻ എൻവൈബയുടെ ഒരു എന്താ പറയുക ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. മാറ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 312 ആണ്. അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ ഷെയ്ഡിന്
പെർഫെക്റ്റാണ്. പിന്നെ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ, കുറേ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. എല്ലായിടത്തും ഇത് എൻ്റെ ഒരു മേക്കപ്പാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇടുക. നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും പുട്ടിയടിച്ച പോലെയൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. എഫക്റ്റ് ചെയ്യില്ല. കണ്ണിൻ്റെ മുകളിലും ഒക്കെ എല്ലായിടത്തും ഇട്ട് വെക്കാം കേട്ടോ. നമുക്ക് കൈ വെച്ച് നല്ല പോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം നല്ലോണം ബ്ലെൻഡായി കിട്ടും കേട്ടോ. ഇത് ബിഗിനേഴ്സിൻ്റെ ഒരു മേക്കപ്പാണ് കേട്ടോ. ഞാനിപ്പോൾ മേക്കപ്പ് പഠിച്ചു വരുന്നുള്ളൂ, അപ്പോൾ ഞാനിങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. എനിക്ക് വലിയ അലമ്പ് തോന്നാറില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. കഴുത്തിലും കൂടെ കുറച്ച് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഫൗണ്ടേഷൻ കംപ്ലീറ്റ് ആയേ. ഞാൻ എൻവൈബയുടെ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ്. അതിൽ നിന്ന് ഞാനൊരു ബ്രൗൺ എടുത്തിട്ട് ഞാൻ എൻ്റെ ഒരു ഐബ്രോ ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ ഐബ്രോ ഒന്ന് ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല എങ്കിലും വെറുതെ ഒന്ന് ഫില്ലാക്കണമല്ലോ കേട്ടോ. ഈ ഒരു കോർണർ ഉണ്ടല്ലോ, അവിടെ നമ്മൾ നല്ലോണം ഫില്ലാക്കി കഴിഞ്ഞാൽ, അവിടെ മാത്രമേ ഞാൻ ഫില്ലാക്കുള്ളൂ കേട്ടോ. അവിടെ ഫില്ലാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷാർപ്പായിട്ട് നമ്മുടെ ഐബ്രോ തോന്നും. ഞാനിത് ത്രെഡ് ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ഒരു ഐബ്രോ. ഞാൻ ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഈ ഒരു കൺസീലർ ഇത് തന്നെ എടുത്തിട്ട് അതിൽ കോണ്ടോർ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് ഇവിടെ ഒന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട് കേട്ടോ. മൂക്കിൻ്റെ അവിടെ ഈ ബ്രൗൺ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ നിന്നേ ഞാനങ്ങനെ കോണ്ടോർ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തിൽ ഇവിടെ ഞാനൊന്ന് കോണ്ടോർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഞാനൊന്ന് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യാണ് പതിവ്. താടി വരില്ലേ പുരുഷന്മാർക്ക്, ആ ഒരു ഭാഗത്ത് കേട്ടോ. എനിക്ക് പിന്നെ ചബ്ബി ഫേസായ കാരണം കോണ്ടോറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇതിലൊരു മിനിമം അങ്ങനെയാണ് കാണത്ത്. ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, കാരണം കണ്ടോ ഇരട്ടത്താടി ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലൊരു പിങ്ക് കളറാണ് എടുക്കുന്നത്. നമുക്ക് എന്താ പറയുക, ലൈറ്റ് പിന്നെ ഡാർക്ക് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു കണക്കെന്ന് പറയുന്നത്. പക്ഷെ അത് വലിയ മേക്കപ്പ് ഒന്നും അല്ലല്ലോ, സിമ്പിൾ മേക്കപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഇത് മാത്രം അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ കല്യാണ പെണ്ണൊന്നല്ലല്ലോ. പിന്നെ ഇതാ കണ്ണിൻ്റെ ഈ ഒരു അടിഭാഗം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ണിങ്ങനെ വലുതായിട്ട് തോന്നും കേട്ടോ. കണ്ടോ, ഈ കണ്ണിലുള്ള വ്യത്യാസം കണ്ടോ. അവിടെയും കൂടെ ഒന്ന് ചെയ്യാം. ഇപ്പോൾ കണ്ണിന് ഇച്ചിരി വ്യത്യാസം വരും കേട്ടോ. അതിനുശേഷം ഇങ്ങനൊരു ഗിൽറ്റുള്ള ഒരു സംഭവം എടുത്തിട്ട് ഞാൻ ഈ നടുക്കിലായിട്ട് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗത്ത്. അപ്പോൾ അതൊക്കെ. പിന്നെ ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഈ മൈക്കിൻ്റെ സൗണ്ട് പോയി, അതാണ് ഞാൻ അതിൻ്റെ വോയിസ് ഓവർ ചെയ്യുന്നത്. ഈ ബ്ലഷ് ഞാൻ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. 100 രൂപയ്ക്ക് താഴെയോ മറ്റോ ഇതിൻ്റെ റേറ്റ് ഉള്ളൂ. ഞാൻ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. പൊള്ളിയാണ്. നമ്മളൊന്ന് വെറുതെ തേച്ചിട്ട് ഈ കൈ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ആക്കുമ്പോഴേക്കും അത് അങ്ങോട്ട് പോയി കിട്ടും. മാതിരി എന്താ പറയുക, ഞാൻ ആദ്യം വിചാരിച്ചു എനിക്ക് ബ്ലഷ് ഇട്ടാൽ ചേരില്ലാന്ന്. പക്ഷേ ഇത് വാങ്ങി പിന്നെ ഞാൻ ബ്ലഷ് ഇടാതിരുന്നിട്ടില്ല. എനിക്ക് ഞാൻ ബ്ലഷിൻ്റെ ആരാധികയായി മാറിയെന്ന് പറയില്ലേ, അങ്ങനെയായിട്ടാണ്. ഞാൻ മൂക്കിൻ്റെ അവിടെ അതുപോലെ താടിയും പിന്നെ നെറ്റിയിലും ഓരോ ഡോട്ട് കൊടുത്തിട്ട് അവിടെയും ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് ലുക്ക് നന്നാവുമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭംഗിയാവുമെന്ന് വിചാരിക്കാം. പിന്നെ മൂക്കുമൊക്കെ അത്യാവശ്യത്തിന് കൊടുക്കുന്നുണ്ട്. കുറച്ച് റെഡിഷായിട്ട് കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ എൻ്റെ ബ്ലാക്ക് കളറിന് ഇച്ചിരി ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ എൻവൈബയുടെ സ്ട്രോപ്പ് ക്രീമാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഹൈലൈറ്റർ ലാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതായാലും മതി. അപ്പോൾ ഞാനത് എൻവൈബയുടെ തന്നെ നേരത്തെ യൂസ് ചെയ്ത ഫൗണ്ടേഷനും കൂടി കുറച്ച് മിക്സ് ചെയ്യുന്നുണ്ട്.
ലേശം ഫൗണ്ടേഷൻ എടുക്കുന്നുള്ളൂ കേട്ടോ, സമ അളവിലൊന്നും എടുക്കുന്നില്ല. കുറച്ച് ഒരു കളർ വരാൻ വേണ്ടി മാത്രം ഫൗണ്ടേഷൻ എടുത്തിട്ട് ഞാൻ നമ്മുടെ മൂക്കിൻ്റെ അവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾക്ക് ഷേപ്പ് വരുത്താൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മൂക്കും എന്താ പറയുക, ഒരു പതിഞ്ഞ മൂക്കാണ്, ഒന്ന് ഷാർപ്പായി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ പിരികിൻ്റെ ആ ഒരു ഭാഗത്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിരികിൻ്റെ ആ ഭാഗം ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കും ചെയ്യും കേട്ടോ. കുറച്ച് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ ക്യാമറയിൽ ചിലപ്പോൾ അങ്ങനെ മനസ്സിലാവുണ്ടാവില്ല. പിന്നെ രണ്ട് ഭാഗത്തും കൊടുക്കുന്നുണ്ട്. കുറച്ച് ഐ ഷാഡോടൊക്കെ ഭാഗത്തായി, എങ്കിലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും ഐ ഷാഡോ ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെയും കൂടി കൊടുക്കുക. പിന്നെ കുറച്ച് ഇത് നല്ലപോലെ തിളങ്ങി നിൽക്കും. കുറേ കഴിയുമ്പോൾ നമുക്കതിൻ്റെ എഫക്റ്റ് കറക്റ്റായിട്ട് അറിയാൻ പറ്റും കേട്ടോ ഈ സ്ട്രോക്ക് ക്രീമിൻ്റെ. അപ്പോൾ ഈ നേരത്തെ നമ്മൾ ബ്ലഷ് ഇട്ട് കൊടുത്ത് അതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങനെ കൊടുക്കട്ടോ കുറച്ച്. പിന്നെ കഴുത്തിലും കയ്യിലൊക്കെ നമുക്ക് പറ്റാൻ പ്രശ്നമൊന്നുമില്ല. എഴുതുന്നതിന് മുന്നേ നമ്മൾ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കണം കേട്ടോ. അത് എൻവൈബയുടെ സെറ്റിംഗ് സ്പ്രേ ആണ്. കഴിഞ്ഞോ? ഇല്ല, ഉണ്ട്, കഴിയാറായി മക്കളെ. അത് അവരടിച്ചു കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ കണ്ണെഴുതാം. ഇതിൻ്റെ കമ്പനിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി, പക്ഷേ നല്ലതാണ് കേട്ടോ. എനിക്ക് ഈ വീഡിയോ നോക്കി കണ്ണെഴുതാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണെഴുതിയിട്ട് വരാം. അപ്പോൾ ഔട്ട്ഫിറ്റ് സിമ്പിളായതുകൊണ്ട് തന്നെ ഞാൻ കണ്ണും സിമ്പിളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് നമുക്കൊരു മസ്കാര കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ മസ്കാര എടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ക്യാമറയിൽ നോക്കി ഇങ്ങനെ ഇടലിച്ചിരി പാടാണ്. എന്നാലും മസ്കാര ആയതൊന്നും ഇടാന്ന് വിചാരിക്കുന്നുണ്ട്. പരക്കാതിരുന്നാൽ മതി. താഴെയും ഇടുക. ഇതിന് താഴെ ഓൾറെഡി ആയി. ഇത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കണ്ണ് എഴുതിയിട്ടുള്ളത്. ഇനി ഇതേ എൻ്റെ കയ്യിൽ കുറച്ച് ഹൈലൈറ്റർ ഉണ്ട് കേട്ടോ. 2 കളറേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സത്യത്തിൽ ബ്രഷ് എൻ്റെ കയ്യിൽ ഉണ്ട്, എല്ലാ ബ്രഷും. പക്ഷേ മോനെ എവിടേക്കോ കൊണ്ടേ കളഞ്ഞു. അതാണ് ഇപ്പോൾ കൈവച്ച് ചെയ്യുന്ന പരിപാടി. അപ്പോൾ ഞാൻ ഈ കളറാണ് എടുക്കുന്നത്. അതെ, ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. ബ്രഷ് വെച്ചിട്ടാലേ ഈ ഹൈലൈറ്റർ ഒന്ന് ശരിയാവുള്ളൂ കേട്ടോ, ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മുടെ കൈ അവിടെ ഇവിടെയൊക്കെ കാണുന്ന പോലെ തോന്നും. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഒരു തിളക്കൊക്കെ ഉണ്ടാവും നമുക്ക്. ഓക്കെ, പിന്നെ മൂക്കിൻ്റെ ഇവിടെ, പിന്നെ ഇതാ നെറ്റിൻ്റെ അവിടെ, പിന്നെ ഇതാ നമ്മുടെ താടിക്ക്. ഇത്ര ഉള്ളൂ കേട്ടോ. ഡാസലറിൻ്റെ ഒരു ലൂസ് പൗഡർ കൂടെ ഞാൻ വെറുതെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചെടുക്കുന്നുള്ളൂ. എനിക്കിങ്ങനെ കുറച്ച് മെഴുക്ക് പോലത്തെ അങ്ങനത്തെ ഒരു സ്കിന്നാണ് എനിക്കിഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഈ ലൂസ് പൗഡർ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഷുഗർ പോപ്പിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. മാറ്റ് ലിപ് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് മൾബറി 09 ആണ് കേട്ടോ. നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ കുറച്ച് പോവും, പിന്നെ പോവില്ല കേട്ടോ. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. പക്ഷെ ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി വരെ ലാസ്റ്റ് ചെയ്യും. ഞാൻ അന്ന് ഫുഡ് കഴിച്ചിട്ട് പോലും ഈ സാധനം പോയിട്ടില്ല കേട്ടോ. ലാസ്റ്റ് വന്നിട്ട് ഞാൻ ഹെയർ ഒന്ന് വെറുതെ ഒന്ന് അഴിച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു പൊട്ട് കുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മേക്കപ്പ്. അപ്പോൾ നോക്കിയാൽ മേക്കപ്പ് ചെയ്തോ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഇല്ല എന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ഞാൻ വിചാരിക്കണം കേട്ടോ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെന്ന്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഇത് ഞാൻ നമ്മുടെ മാക്സ് ഉണ്ടല്ലോ, മാക്സിൽ നിന്ന് 299 രൂപയ്ക്ക് 250 രൂപയാന്ന് തോന്നുന്നു. 299 259 രൂപയോ അതിന് വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല തടിയുള്ള ഒരു വ്യക്തിയാണ്, പക്ഷേ ആ ഒരു തടി ഇതിൽ ഫീലാവുന്നേ ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. അപ്പം പിന്നെ വേറെ കമ്മലും മാലൊന്നും ഞാൻ മാറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിതാ എൻ്റെ മേക്കപ്പ് ഇതാ ഒരു എനിക്കിഷ്ടമായിട്ടേ മേക്കപ്പ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് മേക്കപ്പ് ചെയ്യണേ. അപ്പോൾ ഇതാ മേക്കപ്പ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ കൺസീലർ പാലറ്റ് വാങ്ങിച്ചാൽ മതി. അത്യാവശ്യം നമുക്ക് പൈച്ചാടായിട്ടും ബാക്കി എല്ലാമായിട്ടും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അടിപൊളിയാണ് ആ ഒരു കൺസീലർ പാലറ്റ്. അപ്പോൾ ഇതാ മേക്കപ്പ് ഇത്രയാളോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. കേൾക്കുന്നില്ലേ? മൈക്ക് അതിനുള്ളിലായി പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റാ.